വൈസ് ചാൻസലർ എന്ന മഹത്തായ പദവിയിൽ ഇരുന്നു കൊണ്ട് ഈ തെമ്മാടിത്തരം ചെയ്യാൻ പാടില്ല. നിങ്ങൾ RSSനെ വെള്ളപൂശാൻ ശ്രീജിത്ത് പണിക്കരോ മഞ്ജുഷോ ആര് ശ്രമിച്ചാലും അവർ രാജ്യദ്രോഹികളാണ്, ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളാണ്, അവർ രാജ്യത്തെ വിഭജനത്തിന്റെ ആളുകളാണ്. എവിടെ തുടങ്ങിയാലും ക്ലൈമാക്സിന് മാറ്റം ഉണ്ടാവും. അയാൾ പിടിച്ചാട്ടും. സത്യസന്ധമായി നിൽക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ആ ഒരു കാവ്യവൽക്കരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഒരുപാട് ശ്രമങ്ങൾ. ചേട്ടാ, PM ശ്രീ നടപ്പാക്കിയ കാവ്യവൽക്കരണം ഇല്ല, VC പോയി പങ്കെടുത്താൽ മാത്രമേ കാവ്യവൽക്കരണം ഉള്ളൂ. അതെന്താ? 3 വൈസ് ചാൻസലർമാർ ഈ യോഗത്തിൽ പങ്കെടുത്തതുകൊണ്ട് എന്തോ വലിയ കാര്യങ്ങൾ സംഭവിക്കും എന്നതുകൊണ്ടല്ല. പക്ഷേ ഈ ചെറിയ ചലനങ്ങൾ പോലും നിരീക്ഷിച്ച് അത് ഭാവിയിൽ അതൊരു വലിയ സ്ഫോടനങ്ങളായി മാറാതിരിക്കാൻ അതിനുള്ള ശ്രമം നടത്തുകയാണ്. അതല്ലെങ്കിൽ അതിനുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് ഈ സംഘടനകൾ ചെയ്യുന്നത്. അതാണല്ലോ ഈ മുസ്തഫ പറഞ്ഞതിന്റെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത്. ശ്രീ മഞ്ജുഷ്, അത് വെറും വിവരക്കേട് മാത്രമാണ്. ഇവിടെ ശ്രീ ഷാക്കിർ പറഞ്ഞിരുന്ന 2 കാര്യങ്ങളുണ്ട്. അത് രണ്ടും നുണയാണ് എന്നുള്ളത് നമുക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അറിയാവുന്ന കാര്യമാണ്. ഇതേപോലെയുള്ള കാര്യങ്ങളെ വെറുതെ വലിയ നുണകൾ ഇങ്ങനെ പ്രചണ്ഡമായിട്ട് അടിച്ചിറക്കുക എന്ന് പറയുന്നതല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വം. അപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ VC ആയിരുന്ന സമയത്ത് ശ്രീ PK അബ്ദുൽ അസീസ് അദ്ദേഹം ഒരിക്കൽ കേരളത്തിൽ വരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്നൊരു 15 കൊല്ലത്തിന് മുകളിലായിട്ടുണ്ടാവും. അന്ന് വന്ന സമയത്ത് അദ്ദേഹം പാണക്കാട് പോയിട്ട്, അന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്, അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹത്തെ കണ്ടത് എന്തിനാ? വേണമെങ്കിൽ ആൾക്കാർക്ക് വിവാദം ഉണ്ടാക്കാം. പാണക്കാട് തങ്ങളെ വന്ന് കാണുന്നത് എന്തിനാണ്? തങ്ങളുടെ അവിടെ നിന്നല്ലല്ലോ ഇവിടുത്തെ സിലബസ് കൊണ്ടുപോകുന്നത്. കാവ്യവൽക്കരണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതാണ് ആശങ്കയെങ്കിൽ അതിന് തെളിവുകൾ വേണം. അതല്ലാതെ കേവലം ഇവരീ പറയുന്ന ശ്രീ മുസ്തഫയാണെങ്കിലും ഷാക്കിർ ആണെങ്കിലും മറ്റെല്ലാവരും പറയുന്ന ആരോപണത്തിന് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: അയാളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അയാൾ വരുന്ന പ്രസ്ഥാനവും ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങൾ കാണാൻ പോകണ്ട. അതെന്ത് തരത്തിലുള്ള ജനാധിപത്യ സംസ്കാരമാണ്? അത് സത്യത്തിൽ ഒരു പ്രത്യയശാസ്ത്ര പോലീസിംഗ് അല്ലെങ്കിൽ സദാചാര പോലീസിംഗ് എന്ന് വേണം അതിനെ വിളിക്കാൻ. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? സത്യത്തിൽ ഒരു VC ഒരു പരിപാടിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ സർവകലാശാല കാവ്യവൽക്കരിക്കപ്പെടും എന്ന ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർക്ക് സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ABCD അറിയാത്തതുകൊണ്ടാണ്. ഇനി ഈ മീറ്റിംഗിൽ പോയതിനു ശേഷം ബ്രെയിൻ വാഷ്ഡ് ആയിട്ട് വന്നിട്ട് ഈ VC ഒറ്റയ്ക്ക് ഒരു പേപ്പറിൽ എഴുതി കുറെ കാര്യങ്ങൾ നാളെ മുതൽ നടപ്പാക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പാക്കാനായിട്ടാണോ ഈ സംവിധാനം ഉള്ളത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. അപ്പൊ ഇത് ഈ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുന്ന സമയത്ത് ഞങ്ങൾ ഇതിന്റെ ആശങ്ക അറിയിക്കുന്നു എന്നുള്ളതല്ല. ഒരു കാര്യവുമില്ലാതെ വെറുതെ പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞു വിളിച്ചുപോയി ആൾക്കാരിൽ ആശങ്ക ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് വേറെ പല ന്യായങ്ങൾ പറയും. ഇപ്പൊ കേട്ടില്ലേ നമ്മള് അക്കാദമിക് മൂല്യം ഇല്ലാത്ത പരിപാടികളിൽ പോകുന്നു. ഞാൻ പറഞ്ഞത് ഈ പോകുന്ന പരിപാടിക്ക് അക്കാദമിക് മൂല്യം ഉണ്ടോ ഇല്ലെന്ന് ആരാ തീരുമാനിക്കുന്നത്? സമസ്തയാണോ തീരുമാനിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയാണോ തീരുമാനിക്കുന്നത്? ഒന്ന് അദ്ദേഹം പറഞ്ഞത് മുസ്തഫ മുണ്ടുമാഷ്ക്ക് വിവരക്കുറവാണ്. ഞാൻ പറഞ്ഞത് കളവാണെന്നാ. അതെനിക്കിഷ്ടമില്ല. ഈ കളവും വിവരക്കേടും അതുപോലെ തന്നെ വളരെ മോശപ്പെട്ട രാജ്യത്തെ രാജ്യവിരുദ്ധ പ്രവർത്തനവും എല്ലാം ചേർന്നതാണ് യഥാർത്ഥത്തിൽ RSS. നീ വലിയ ഡീസന്റ്, ബാക്കി എല്ലാവരും മോശക്കാരും. വൈസ് ചാൻസലർ എന്ന മഹത്തായ പദവിയിൽ ഇരുന്നു കൊണ്ട് ഈ തെമ്മാടിത്തരം ചെയ്യാൻ പാടില്ല. നിങ്ങൾ RSSനെ വെള്ളപൂശാൻ ശ്രീജിത്ത് പണിക്കരോ മഞ്ജുഷോ ആര് ശ്രമിച്ചാലും അവർ രാജ്യദ്രോഹികളാണ്, ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളാണ്, അവർ രാജ്യത്തെ വിഭജനത്തിന്റെ ആളുകളാണ്. എന്തിനാ ഇങ്ങനെ സ്വന്തം പല്ലുകുത്തി നാട്ടണത്? ഇപ്പോഴും നേരത്തെ ശ്രീജിത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞത് അവര് സർക്കാർ സ്പോൺസേർഡ് കൊലപാതകങ്ങൾ ആസൂത്രിതം നടക്കുന്നത് തെറ്റാണ്. നിങ്ങൾ എന്തിനാണ് ശ്രീജിത്ത് പണിക്കരെ ഇത്തരം വസ്തുതകൾ മറച്ചു വെക്കുന്നത്? ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ബീഹാർ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ പ്ലീസ്, ഞാൻ പറയാം. ഇവിടെ ശ്രീജിത്ത് ഉന്നയിച്ച കാര്യമുണ്ടല്ലോ, 2006 പറവൂരിൽ VD സതീശൻ ഗോൾവൽക്കറുടെ ശതാബ്ദിയിൽ പങ്കെടുത്ത കാര്യം. അതിനെക്കുറിച്ച് ഇപ്പോൾ മാപ്പ് പറയണമെന്ന ആവശ്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ ഇത് റിവേഴ്സ് ചെയ്ത് വരുന്നുണ്ട് അന്നത്തെ കാര്യവും. അല്ല മഞ്ജുഷ, ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. നിങ്ങൾ അല്ല ശ്രീജിത്ത് പണിക്കരെ, ഞാൻ VD സതീശന്റെ വക്താവായി ഇവിടെ വന്നിരിക്കല്ല. അദ്ദേഹം തന്നെ കൃത്യമായത് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളെ പ്രതിരോധത്തിലാക്കാമെന്ന് നിങ്ങൾ കരുതുന്നില്ല. അത് നടക്കുന്ന കാര്യമില്ല. ശ്രീ രമേശ് ചെന്നിത്തല കൃത്യമായി പറഞ്ഞു, നിങ്ങൾ RSSന്റെ ഒരു കലാപരിപാടികളും ഒരു അജണ്ടയും കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ല. അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. അർലേക്കറല്ല, അതിനപ്പുറത്തുള്ള RSS ഏജന്റ് വന്നാലും അത് ഈ കേരളക്കരി നടപ്പിലാവില്ല എന്ന് തീർച്ചയായിട്ടും പറയാം. അല്ലാതെ ഇതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. RSSന് ഒരു കാരണവശാലും സ്പേസ് കൊടുക്കില്ല എന്ന് തെളിയിക്കുവാനുള്ള കുറച്ച് പ്രസ്താവനകൾ നടത്താം. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇതിനകത്തൊന്നും നടക്കാൻ പോകുന്നില്ല. അത് ഷാക്കിറിനും അറിയാമല്ലോ. ഇവരെ കാവ്യവൽക്കരണം ഇവിടെ നടപ്പിലാക്കാൻ ഗവൺമെന്റ് സമ്മതിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇവർ ആ പദവിക്ക് ചേർന്ന പണിയല്ല ചെയ്തിട്ടുള്ളത്. ശരി, ശ്രീജിത്ത് മറുപടി. അല്ല, എന്തിനാണ് മറുപടി പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ശ്രീ ഷാക്കിറിനോട് വളരെ ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് അദ്ദേഹം ഉരുണ്ട് കളിക്കുന്നത് ഇവിടെ ആൾക്കാർക്ക് എല്ലാവർക്കും കാണാം.
താങ്കൾ ഈ RSS മേൽ ആരോപിച്ചിരിക്കുന്ന ഗാന്ധിവധം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ RSSന്റെ തലപ്പത്തുണ്ടായിരുന്ന MS ഗോൾവൽക്കറുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് 2006 പറവൂരിലുള്ള ഒരു സ്കൂളിൽ ശ്രീ VD സതീശൻ അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി. ആ ചടങ്ങിൽ അദ്ദേഹം സംബന്ധിച്ചു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ഏതാനും മാസങ്ങൾക്ക് മുൻപ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ ഇതിന്റെ ചിത്രമടക്കം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് സതീശൻ മിണ്ടില്ല ഒരു അക്ഷരം എന്ന് പറഞ്ഞതിന് ശേഷം ശ്രീ സതീശൻ മിണ്ടിയിട്ടില്ല. സതീശനോട് ഇതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് സതീശൻ അതിനെപ്പറ്റി പറയുന്നില്ലെന്നേ. അതിനെ തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട് 2022 ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തൽ 2001 6 ശ്രീ VD സതീശൻ പറവൂരിൽ RSSനോട് പിന്തുണയ്ക്കണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു എന്നുള്ള ഒരു പരസ്യമായിട്ടുള്ള പ്രഖ്യാപനം വന്നതിനെ കുറിച്ചും ശ്രീ പിണറായി വിജയൻ പറയുന്നു. ഈ പണ്ടാർ എവിടെ ഇരുന്നാലും കുഴപ്പമുള്ളോ, ഇത് വടക്ക് നോക്കിയല്ല വടക്ക് നോക്കിയന്ത്രം. മറ്റെല്ലാ കാര്യത്തിനും കമന്നു കിടന്ന് ബംഗാളിൽ പോയി ബീഹാറിൽ പോയി ന്യായീകരിച്ചതിന് ശേഷം നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ ഞാൻ പറഞ്ഞു കഴിയട്ടെ. അല്ല, അങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയല്ലേ? ചോദ്യത്തിന് മറുപടി പറയാനല്ലോ, ചോദ്യത്തിന് മറുപടി വേണം. ശാക്കര മിണ്ടല്ലേ, ശാക്കര പറയട്ടെ. സത്യം പറയുമ്പോൾ ഈ മെക്കിട്ട് കയറാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ അങ്ങനെയുള്ള VD സതീശനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് താങ്കൾക്ക് മറുപടി ഇല്ല, ഉരുളുകയാണ്. താങ്കൾ വെളുപ്പിക്കാനായിട്ട് പെയിന്റ് എത്ര കൊണ്ടുവന്ന് അടിച്ചാലും താങ്കൾ പറയുന്നത് താങ്കൾ പ്രതിരോധത്തിലായി. ആ മറുപടിയാണ് അല്ലല്ല, ഈ അവസരം കളഞ്ഞ സ്ഥിതിക്ക് ശാക്കറെ അതിനുള്ള മറുപടി ഇപ്പോൾ പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഗോൾവൽക്കറുടെ കാര്യത്തിൽ ഇതുവരെ മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ മറുപടി ഓർത്തിട്ടുണ്ടെങ്കിൽ അത് പറയാം. അല്ല, മറുപടി ഓർത്തിട്ടുണ്ടെങ്കിൽ പറയാം. അത് ശരി. അപ്പൊ നിങ്ങളൊക്കെ ഗ്രൂപ്പാണല്ലേ? 2006 ഇൻസിഡന്റിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് 2013 പറ്റി പറയുന്നു. ഷാക്കിർ ഇപ്പോഴും ഉരുളുകയാണ്. അത് തന്നെയാണ് പ്രശ്നം. എന്റെ ചോദ്യം ലളിതം. 2006 ഗോൾവൽക്കറുടെ ജന്മശതാബ്ദിയിൽ VD സതീശൻ പോയിട്ടുണ്ടോ? അതിന്റെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ആ ചിത്രം AI ജനറേറ്റഡ് ആണോ? അത് ഫേക്ക് ആണോ? ആണെങ്കിൽ അത് നിർമ്മിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ കേസ് എടുക്കുമോ? ഇതാണ് ചോദ്യം. അതല്ലെങ്കിൽ ശ്രീ VD സതീശൻ ഗോൾവൽക്കറുടെ അന്നത്തെ ആ ചടങ്ങിൽ എന്തിനു പോയി എന്നതിനെ കുറിച്ച് ഷാക്കിർക്ക് പറഞ്ഞാൽ മതിയേ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കാരണം ഗോൾവൽക്കർ അന്നത്തേക്ക് ഇല്ല, പണ്ടായിരുന്നു. ഗോൾവൽക്കർ ഈ വിചാരധാര പുസ്തകം എഴുതിയിരിക്കുന്നത് പണ്ടായിരുന്നു. അന്നായിരുന്നു ഈ അദ്ദേഹം സർസംഘചാലകായിരുന്ന സമയത്തായിരുന്നു ഗാന്ധി വധം. അതിനുശേഷമാണ് RSS അത് നിരോധിച്ചത്. അതിനുശേഷം നിരോധനം നീക്കിയപ്പോഴും അദ്ദേഹമാണ്. പിന്നീട് അടിയന്തരാവസ്ഥ വരുന്ന സമയത്തേക്ക് മാത്രമേ ആള് മാറുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ 32 വർഷം അവിടെ ഇരുന്നത് ഗോൾവൽക്കറാണ്. അപ്പൊ 2006 2013 സതീശന് ഗോൾവൽക്കറെ അറിയാഞ്ഞിട്ടാണോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഷാക്കിർ അതിന് മറുപടി പറയാതെ ഷാക്കിർ ഉടനെ എന്തുകൊണ്ട് വരും? സുഗതനിലേക്ക് ഓടും. ഷാക്കിർ അതിന് കഴിഞ്ഞ് തിരിഞ്ഞു വന്നിട്ട് സെൻകുമാറിലേക്ക് പോകും. ഞാൻ പറഞ്ഞ ഷാക്കിർ അവിടെ നിൽക്ക്, നമുക്ക് ഈ ഒരു വിഷയം തീർത്തിട്ട് പോകാം. നിങ്ങൾ RSSനെ വെള്ളം പൂശാൻ ശ്രമിക്കല്ലേ? ബെസ്റ്റ്. നിങ്ങളല്ലേ സതീശനെ പൂശിയ? ഞാൻ ഇന്നേ വരെ RSSന്റെ പരിപാടി പോയിട്ടില്ലെന്ന്. മാറില്ല. ഞാൻ RSS സതീശൻ എന്തിന് RSSന്റെ പരിപാടിയിൽ പോയി എന്നുള്ളൊരു മറുപടി ഉണ്ടോ സാർ? സതീശൻ RSSന്റെ പരിപാടിയിൽ എന്തിനു പോയി എന്ന് ഷാക്കിറിന് മറുപടി ഉണ്ടെങ്കിൽ അത് പറയൂ. എനിക്ക് വ്യക്തിപരമായിട്ട് ശ്രീ VD സതീശനെ അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് കുടുംബസമേതം അദ്ദേഹത്തിനെ കണ്ടതാണ്. എനിക്ക് അദ്ദേഹത്തിനോട് നല്ല ബന്ധമാണ്. അദ്ദേഹത്തിന് RSSനോട് അങ്ങനെ ഒരു വെറുപ്പോടുകൂടി ചിന്തിക്കുന്ന ഒരാളെ അല്ല എന്ന് എനിക്ക് വ്യക്തിപരമായി ബോധ്യമുണ്ട്. അതാണ് ഒരു നല്ല രാഷ്ട്രീയക്കാരൻ. ഇതിപ്പോ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന് പറയുന്നത് വെറുതെ പേടിപ്പിച്ചതായിരിക്കും. എല്ലാ മേഖലയെയും മുന്നോട്ട് കൊണ്ടുവന്ന് നമ്മുടെ എല്ലാ ജനങ്ങളും, മഞ്ജുഷ ആണെങ്കിലും ഗോപകുമാർ ആണെങ്കിലും ശ്രീജിത്ത് പണിക്കരാൻ, നമുക്കൊക്കെ വേണ്ടി ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ മുസ്ലിം ലീഗ്. അയ്യോ സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇങ്ങനെ ഒരാളാണെന്ന്. എന്റെയും ശ്രീ ഗോപകുമാറിന്റെയും ഒക്കെ താല്പര്യത്തെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലീഗ് പ്രവർത്തിക്കുന്നത് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ജനങ്ങൾക്ക് പ്രയോജനകരമായ ഭരണം നടത്തുമ്പോൾ അതിനെക്കുറിച്ച് അപവാദങ്ങൾ ഉണ്ടാക്കാൻ, വിവാദങ്ങൾ ഉണ്ടാക്കാൻ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ശ്രമിക്കണ്ട. അത് വിലപ്പോവില്ല. കേരളത്തിൽ വർഗീയമായ ചേർതിരിവ് ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതിന് തെളിവാണ്. ഇവിടെ VC പങ്കെടുത്തതിനെ വിവാദമാക്കിയത് വേറെ ആരുമല്ല, നിങ്ങളൊക്കെ തന്നെയാണ് വിവാദമാക്കിയത്. നിങ്ങൾ എന്തൊക്കെ വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാലും കോൺഗ്രസിനെ തിരിച്ചു കുത്തുന്ന കാര്യം എന്താണെന്നറിയോ? ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് അധികാരമുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് PM ശ്രീ നടപ്പാക്കി എന്നുള്ളതാണ് പ്രശ്നം.
കേരളത്തിന് മാത്രമായിട്ട് എന്താണ് ഷാക്കിറെ എക്സെപ്ഷൻ? ഇവിടെ മാത്രമായിട്ട് മുസ്ലിം ലീഗിന് എന്താണ് ഷാക്കിറെ എതിർപ്പ്? കർണാടകയിലെ 585 സ്കൂളുകളിൽ PM ശ്രീ നടപ്പാക്കി. ആര്? കോൺഗ്രസ് സർക്കാരല്ലേ? മുസ്ലിം ലീഗാണോ ശ്രീജിത്ത് പണിക്കരെ? അവരെ വീട്ടിലിരുത്തിയില്ലേ? നിങ്ങൾ അറിഞ്ഞില്ല, ഇപ്പൊ നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാറാണ് നമ്മുടെ ഒരു മാസം പോലും ആയിട്ടില്ലല്ലോ, ഒന്ന് സമയം കൊടുക്ക്. ഇതെല്ലാം കാവ്യവൽക്കരണമല്ലേ? ചേട്ടാ, PM ശ്രീ നടപ്പാക്കിയ കാവ്യവൽക്കരണം ഇല്ല, VC പോയി പങ്കെടുത്താൽ മാത്രമേ കാവ്യവൽക്കരണം ഉള്ളൂ. അതെന്താ? ഇതാണ് സ്കീം. അപ്പൊ ഇതാണ് കോർ കാവ്യവൽക്കരണം. തെലങ്കാനയിലെ 800-ലധികം സ്കൂളുകളിലെ PM ശ്രീ നടപ്പാക്കിയപ്പോൾ ആരാണ്? രേവന്ത് റെഡ്ഡി അല്ലേ? ഹിമാചൽ പ്രദേശിൽ സുഖ്വിന്ദർ സുഖു ഭരിക്കുന്ന സമയത്തല്ലേ 180-ലധികം സ്കൂളുകളിൽ PM ശ്രീ ആയത്? രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 400-ലധികം സ്കൂളുകളിൽ PM ശ്രീ നടപ്പാക്കി. പിന്നീട് വന്ന സർക്കാരിന് 200 ചൊല്ലുവാനും സ്കൂളുകളിൽ നടപ്പാക്കിയാൽ മതിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെല്ലാ സ്ഥലത്തും PM ശ്രീ നടപ്പാക്കാം. എന്നാ പിന്നെ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടില്ല. ബിനോയ് വിശ്വത്തിന്റെ പ്രശ്നമാണെങ്കിൽ ബിനോയ് വിശ്വം ആണോ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നെഞ്ചും പിരിച്ചിട്ട് ഇത് നടപ്പാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നേ? എന്ത് കാര്യങ്ങളാണ് താങ്കൾ ഈ പറയുന്നത്? നോക്കൂ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ അങ്ങ് അടിച്ചുപോയി. ഇനി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പൈസ വേണമെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ ഇൻഫ്ര നന്നായിട്ട് പോകണമെങ്കിലും ഇത് കിട്ടിയേ പറ്റൂ. അപ്പൊ നിങ്ങൾ ഈ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന ഉണ്ട വിഴുങ്ങി ചാവണോ അതോ ഇവിടെയുള്ള പിള്ളേർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കണോ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരിക. ഇവന്മാരെ ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത്? അപ്പൊ അന്നേരം നിങ്ങൾ ഈ പറയുന്ന പോലെ കുഞ്ഞാലിക്കുട്ടി സാബ് ഞങ്ങളുടെ എല്ലാവരുടെയും താല്പര്യത്തിനെ സംരക്ഷിക്കാനാണ് നിൽക്കുന്നെങ്കിൽ ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാറിനോട് പറയുന്നു, ഇവിടെ PM ശ്രീ നടപ്പാക്കൂ, അതിന് പ്രശ്നമൊന്നുമില്ല. കോൺഗ്രസിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കാവ്യവൽക്കരണം വന്നതിന് ശേഷം എന്തെങ്കിലും ഒന്ന് പ്രശ്നം ഉണ്ടായിപ്പോയോ? അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, താങ്കൾ ഇപ്പോഴും സതീശൻ ഗോൾവൽക്കറുടെ പരിപാടിയിൽ പോയതിനെ പറ്റി പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പ്രത്യേകിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ പ്രത്യേക താല്പര്യത്തോടുകൂടി ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ ഈ പറഞ്ഞ അക്കാഡമിക്കൽ ആ സത്യസന്ധത പാലിച്ചുകൊണ്ടല്ല എന്നുള്ളത് നമുക്കറിയാം. അത് വലിയ സ്കൂൾ സമയമാറ്റം കൊണ്ടുവന്നപ്പോൾ അതിനെ ആദ്യം എതിർത്ത സംഘടനയുടെ വക്താവാണ് ഈ പറയുന്നത് കേട്ടോ. എന്ത് സ്കൂൾ സമയമാറ്റത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മറന്നുപോയോ താങ്കൾ? അന്നുണ്ടായ വിവാദങ്ങൾ. നിന്റെ കലാപരിപാടി ഇവിടെ വേണ്ട. അല്ല, സ്കൂൾ സമയമാറ്റം അതുവരെ ഉള്ളതിൽ നിന്ന് മാറ്റം വരികയല്ലേ? അത് സൂംബ ഡാൻസ് പറയാൻ അവസരം അല്ല, ഞാൻ പറഞ്ഞതാണ്. അത് മതനിരപേക്ഷം എന്ന് പറയുമ്പോൾ അത് എല്ലാ കാര്യത്തിലും വേണം എന്നുള്ളതാണ്. അതെ, പറഞ്ഞ അബദ്ധാവോ എന്തോ, അത് ഉറപ്പാണല്ലോ. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഏത് റൂട്ടിലേക്കാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന ആശങ്ക നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിനും എനിക്ക് ഇവിടെ ചൊറിഞ്ഞു വരുന്നുണ്ട്. മുസ്തഫ മുണ്ടുബാ, ഈ 3 വൈസ് ചാൻസലർമാർ പല സംഘടനകളുടെ പല പൊതുപരിപാടികളിൽ പങ്കെടുക്കാറുള്ള ആളുകളാണ്. ഇപ്പോൾ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രം അവർ കുറ്റവാളികളായി ആക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ കാവ്യവൽക്കരണത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിങ്ങാണ് ഈ പറഞ്ഞ RSSന്റെ സംവിധാനം എന്ന് പറയുന്നത്. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ ഈ കാവ്യവൽക്കരണം നടക്കുന്നതോടുകൂടി തങ്ങൾ ഇച്ഛിക്കുന്നത്, തങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നടപ്പിലാക്കാൻ കഴിയുമെന്നത്. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്! അതായത് നിങ്ങൾ പറയും ഇന്ന പരിപാടികളിലെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ, അക്കാദമിക് വിദഗ്ധർ ഇന്ന ആളുകൾ സംസാരിക്കുമ്പോഴേ അവിടെ പോയിരുന്നത് കേൾക്കാവൂ എന്ന്. ഇത് ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത് ശ്രീ മുസ്തഫ മുണ്ടുപാറ? അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ, ഇവൻ പൊട്ടനാണ് മുതലാളി.